അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹെയർ കെയർ വീഡിയോയാണ്. ഇതിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലും കൂടെ തന്നെ ഒരു ജ്യൂസും ഒരു സിറവും പിന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു മാസം ഫോളോ ചെയ്യുവാണെങ്കിൽ എത്ര മുടി കിളിക്കാത്ത മൊട്ടത്തലയിലാണെങ്കിലും മുടി വളയും, നല്ല കറുത്ത ഉള്ളുള്ള മുടി തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഏത് പ്രായത്തിലും നിങ്ങൾക്ക് ഒരു മുടി പോലും നരയ്ക്കത്തില്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. നമ്മുടെയൊക്കെ തൊടികളിലുള്ളതാണ്. ഇനി നിങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങുന്നതെങ്കിൽ നല്ലതുപോലെ കഴുകിയെടുത്ത് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ടതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഇപ്പം ഞാൻ കുറേ കറിവേപ്പില കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം വളഞ്ഞതിന് ശേഷം ദേ നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അത് ഒരു പിടിയാണ് കേട്ടോ നമ്മൾ എണ്ണ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കഴുകിയെടുത്തതിന് ശേഷം ഒരു കോട്ടൺ ടവലിലിട്ടിട്ട് ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഓയിൽ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ലപോലെ അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കിനി എടുത്ത് വെച്ചിരുന്ന ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ ഓയിൽ തയ്യാറാക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. നമ്മളിത് അരച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെള്ളമയമൊക്കെ പോകുന്നത് വരേക്കും കറക്റ്റായിട്ട് ഓയിൽ കാച്ചിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകളുണ്ടാവും. ഈ ഒരു രീതിയിലാണെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട കേട്ടോ. ഇപ്പം നമ്മൾ വറുത്തെടുത്ത ആ ഉലുവയും കറിവേപ്പിലയും തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് 100 ഗ്രാമോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന കറിവേപ്പിലയുടെ മിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കാച്ചിയെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ എണ്ണ കാച്ചിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറായിട്ട് കിട്ടും. ഇപ്പം എന്താ നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറി നല്ല ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണ പരുവമായോ എന്നറിയാനായിട്ട് ഇതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്താൽ മതി. അരി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മൊരിഞ്ഞിട്ട് മുകളിലേക്ക് വരും. അതാണ് നമ്മുടെ എണ്ണയുടെ പരുവം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അരി ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതേ ഒരു വൈറ്റ് കളറിൽ മൊരിയായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം വന്ന് അരിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒട്ടും മുടിയില്ലാത്ത തലയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഞാൻ ഉറപ്പ് പറയാണ് കേട്ടോ. ഇത്രയ്ക്ക് ഉറപ്പോടുകൂടി പറയാൻ കാരണം എൻ്റെ മോളുടെ മുടി തീരെ ഉള്ളില്ലാത്തതായിരുന്നു. ഇത് ഒരു മാസം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. ഇനി നമ്മൾ കറിവേപ്പില വെച്ചിട്ട് അടിപൊളി ഒരു ഹെയർ പാക്കാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. താരൻ്റെ ശല്യം അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ടായിരിക്കും. കഴുകിയെടുത്തിട്ടുള്ള കറിവേപ്പില ഒരു പിടിയോളം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തൈരാണ് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുക്കണം. കാരണം നമ്മളിത് മുടിയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാച്ചെണ്ണയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അത് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് കുളിച്ച് നോക്കൂ. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവും. പൊതുവേ നമ്മൾ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷേ ഈ ഒരു ഹെയർ പാക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല കേട്ടോ. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. നല്ല ഉള്ളുള്ള കറുത്ത മുടി കിട്ടാനായിട്ട് നമ്മൾ ഹെയർ പാക്കും ഓയിലും മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹെയർ സിറം കൂടി ഉപയോഗിക്കണം. ഇന്ന് നമ്മൾ കറിവേപ്പില വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ സിറമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു പിടിയോളം കറിവേപ്പില നമ്മൾ കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ കിട്ടുമെങ്കിൽ അത് ഇതുപോലെ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ജെല്ല് വാങ്ങാനായിട്ട് കിട്ടും. അത് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ അരഞ്ഞു കിട്ടാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നല്ല രീതിയിൽ അരച്ചതിന് ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങുന്ന ഏതൊരു ഹെയർ സിറത്തിനേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ സിറമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്.
മുടിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഓയിലും ഹെയർ പാക്കിനും ഒപ്പം തന്നെ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് നല്ല പോലെ മുടി കൊഴിച്ചിലുണ്ട്, അതുപോലെ തന്നെ നരച്ച മുടികളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതുപോലെ ഒരു ഹെയർ സിറം തയ്യാറാക്കിയിട്ട് മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് പരിഹരിക്കപ്പെടും. മുടിയുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പുറത്തുനിന്ന് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഉള്ളിലേക്കും കൂടെ കഴിച്ചാൽ മാത്രമേ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകൂ. അപ്പോൾ നമ്മളൊരു നല്ല ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. 2-3 തണ്ട് കറിവേപ്പില നല്ല കഴുകി വൃത്തിയാക്കി എടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കൈയോളം തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോട് അടുപ്പിച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്ത് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഹണി കൂടി മിക്സ് ചെയ്യാവുന്നതാണ്. എടുക്കുന്ന ഹണി നാച്ചുറൽ ആയിരിക്കണം കേട്ടോ. അതുകൂടി മിക്സ് ചെയ്തിട്ട് ഡെയിലി നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. നിങ്ങളുടെ ഏത് ഹെയർ പ്രോബ്ലം ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. ഇതെനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. കറിവേപ്പിലയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇത് മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിനുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റാനും ഈ ഒരു ജ്യൂസ് അടിപൊളിയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ മുടി ചെറുതായിട്ടൊക്കെ നരച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഡൈയുടെ വീഡിയോ നമ്മൾ മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉലുവയും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഡൈ ആണ്. ഒരുപാട് പേര് കണ്ട് നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് അതുകൂടി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹെയർ കെയർ ആണ് കാണിച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും അടിപൊളിയായിട്ടൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.